السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في القسم الثاني من الدورة الثالثة من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിന്റെ ഉൾപ്പെടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 3ാം സെമസ്റ്റർ 2ാം ഭാഗത്തിലാണ് നാം ഉണ്ടായിരുന്നത്. നമ്മൾ 22ാമത്തെ പാഠം വായിച്ചല്ലേ? എവിടെ എത്തിയായിരുന്നു? صفحة رقم 189. صفحة رقم 189. عدنان من عدنان. إبراهيم هذا يا أستاذ. من إبراهيم هذا يا أستاذ. അതാണ് വായിക്കേണ്ടത്. അതൊരു വായിച്ചത്. الشمس. من إبراهيم هذا يا أستاذ. അപ്പൊ ഇബ്രാഹിമു ഹാദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഇബ്രാഹിം ആരാണ്? മൻ ഇബ്രാഹിമു ഹാദ എന്ന് ചോദിച്ചാൽ ആ ഇബ്രാഹിം ഡെഫിനിറ്റ് ആയ ഇബ്രാഹിം അല്ല, പല ഇബ്രാഹിം ഉണ്ട്. അതിൽ ഈ ഇബ്രാഹിം ആരാണ് എന്നാണ്. ഹാദൽ ഉൽബത്തു അല്ലെങ്കിൽ ഹാദിഹിൽ ഉൽബത്തു അല്ലെങ്കിൽ ഹാദൽ ബാബു എന്ന് പറഞ്ഞാൽ ഈ വാതിൽ. അതെന്താണ്? വാതിൽ സ്പെസിഫിക് ആണ്. അൽ ബാബു ഹാദ എന്ന് പറഞ്ഞാൽ ഈ വാതിൽ. ഈ വാതിലും ഇതല്ലാത്ത വാതിലും ഉണ്ട്. അപ്പൊ അതെന്തല്ല? സ്പെസിഫിക് അല്ല. അതേപോലെയാണ് മൻ ഇബ്രാഹിമു ഹാദ, ഈ ഇബ്രാഹിം ആരാണ്? യാ ഉസ്താദ്. അൽ മുദരിസ് هو بن النبي من مارية القبطية رضي الله عنها. അത് ഇബ്നു നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രനാണ്. മിൻ മാരിയത്തുൽ ഖിബ്തിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി മാരിയത്തുൽ ഖിബ്തിയ്യയിൽ ഉള്ള റളിയല്ലാഹു അൻഹ. മാവിയ الاسم إبراهيم غير منصرف، غير الاسم إبراهيم غير منصرف هو. أبو الاسم إبراهيم، إبراهيم എന്ന നാമം ഇബ്രാഹിം എന്ന നാമം غير منصرف, അത് മുൻസരിഫ് അല്ലാത്ത നാമമാണോ? അപ്പൊ മുൻസരിഫ് എന്ന വാക്ക് നമ്മൾ മുമ്പ് വെർബലി പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അല്ലേ? നമ്മൾ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ മുൻസരിഫാണ് ഗൈർ മുൻസരിഫാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അത് നമുക്കിവിടെ ഒഫീഷ്യലി പറഞ്ഞു തരികയാണ്. അതിനാണ് ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഗൈർ മുൻസരിഫിൻ ഹുവ, അത് മുൻസരിഫ് അല്ലാത്ത നാമമാണോ? അപ്പൊ മുൻസരിഫ്, നമ്മൾ ഇൻസറഫ എന്ന വാക്ക് പഠിക്കുകയാണല്ലോ ഇവിടെ. സറഫ എന്ന് പറഞ്ഞാൽ പിരിച്ചു, സറഫ പിരിച്ചു, ഇൻസറഫ പിരിഞ്ഞു. ഇതാണ് അതിന്റെ സറഫ എന്ന വാക്കിന്റെയും അത് ഇൻസറഫയുടെയും ഭാഷാർത്ഥം. അതേസമയം ഒരു ഇസ്മ മുൻസരിഫ് എന്ന് പറഞ്ഞാൽ അത് തൻവീൻ സ്വീകരിക്കുന്നത് എന്നർത്ഥം. തൻവീൻ സ്വീകരിക്കുന്നത്, അതാണ് അതിന്റെ ഗ്രാമറ്റിക്കലി ഉള്ള പേര്. ഇംഗ്ലീഷിൽ നമ്മൾ നോട്ട്സിന് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്, ടു ടേക്ക് തൻവീൻ എന്നതിന്റെ ഗ്രാമറ്റിക്കൽ യൂസേജ് ആണ്. തൻവീൻ സ്വീകരിക്കുക, മുൻസരിഫായ നാമം എന്ന് പറഞ്ഞാൽ തൻവീൻ സ്വീകരിക്കുന്ന നാമം. ആ ഗൈറു മുൻസരിഫിൻ, അത് തൻവീൻ സ്വീകരിക്കാത്ത നാമമാണോ? ഗൈറു മുൻസരിഫിൻ.
അൽ മുദരിസ്. നഅം, അതെ. മുആവിയത്തു ലിമ, ലിമയുടെ ഹാ ഇട്ട പ്രയോഗം നമ്മൾ പറഞ്ഞായിരുന്നു. ലിമ എന്ന ഒറ്റ വാക്കിലാണ് ചോദ്യമെങ്കിൽ ഹാ ഇട്ടിട്ടാണ് ഉപയോഗിക്കുക. അല്ല ലിമ കതബത ഹാദാ പോലെ ലിമയുടെ ശേഷം വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെ ലിമയ്ക്ക് മീമ് മാത്രമേ ഉണ്ടാവുള്ളൂ. മുആവിയത്ത് എന്തുകൊണ്ടാണ് അൽ മുദരിസ്? ലിഅന്നഹു അലമുൻ അഅ്ജമിയ്യുൻ. ഇപ്പൊ മറ്റൊരു നാമം അലം. അലം അലം എന്ന് പറഞ്ഞാൽ പതാക എന്ന അർത്ഥമുണ്ട്, ഫ്ലാഗ്. അതേപോലെ അലമിന് ഗ്രാമറിൽ വരുമ്പോൾ അതിന്റെ അർത്ഥം പ്രോപ്പർ നൗൺ, പ്രോപ്പർ നൗൺ എന്നർത്ഥം. അലം പ്രോപ്പർ നൗൺ. നമ്മൾ പ്രോപ്പർ നൗൺ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വ്യക്തി സ്ഥല നാമം, വ്യക്തി സ്ഥല നാമങ്ങൾക്കാണ് പ്രോപ്പർ നൗൺ. അപ്പൊ അതിന് അറബിയിൽ എന്ത് പറയും? അലം എന്ന് പറയും. തൻവീൻ സ്വീകരിക്കുന്ന നാമത്തിന് മുൻസരിഫായ നാമം എന്ന് പറയും. ഗ്രാമർ യൂസേജ് ആണ്. ലിഅന്നഹു അലമുൻ അഅ്ജമിയ്യുൻ, അതെന്താണ്? അത് അനറബി നാമമാണ്, അനറബിയിലുള്ള പ്രോപ്പർ നൗൺ ആണ്. അപ്പോ വൽ അലമുൽ അഅ്ജമിയ്യു ലാ യൻസരിഫു. വൽ അലമുൽ അഅ്ജമിയ്യു, അനറബിയിലുള്ള നാമങ്ങൾ ലാ യൻസരിഫു, അതെന്താവില്ല? തൻവീൻ സ്വീകരിക്കുന്നതല്ല. ഹാദാ ഹുവ ദർസ്, അതാണ് പാഠം. ഇനി അതുമായി സംബന്ധിച്ച ചർച്ചയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മൾ എക്സർസൈസ് എന്ന പേരിട്ടിട്ടാണ് പോകുന്നത്. അതായത് എല്ലാ പുസ്തകങ്ങളിലുള്ള എക്സസൈസ് പോലെയല്ല നമ്മളെ പുസ്തകത്തിലുള്ള എക്സസൈസ്. ഇതൊരു നമ്മൾ പഠിച്ച പാഠത്തിലുള്ള സംഗതികളെ വിശദമായുള്ള പഠനമാണ്. അപ്പൊ അതിലും പുതിയ വാക്കുകളൊക്കെ വരാം. തമാരീനു എക്സർസൈസസ് അജിബൽ അസ്അലത്തുൽ ആതിയ. ലിമ ലം യക്തുബിൽ ഹസൻ വൽ മുആവിയത്തുൽ വാജിബാത്ത്. അവരെന്താ വാജിബാത്ത് ഏതായിരുന്നത്? ആ അപ്പൊ ഓരോരുത്തർക്കും ഓരോ കാര്യമാണ്. അപ്പൊ നമ്മൾ അമ്മ ഉപയോഗിച്ചിട്ട് പറയണം. ലം യക്തുബിൽ ഹസനു لأن نظارته انكسرت. പിന്നെ മുആവിയ ആണെങ്കിൽ വഅമ്മൽ മുആവിയത്തു انقطعت الكهرباء. لأن الكهرباء انقطعت في مهجعه. لأن الكهرباء انقطعت في. ഇപ്പൊ രണ്ടിലും എന്ത് ചെയ്യണം? ഇൻ വന്നിട്ടുള്ള പദം ഉപയോഗിക്കണം. ലിമ തഅഖറ അദ്നാനു. അദ്നാൻ എന്തുകൊണ്ടാ വൈകിയത്? ലിയന്ന ഉപയോഗിച്ച് നമുക്ക് പറയാം. ലിയന്ന തഅഖറ അദ്നാനു. ലിയന്ന സയ്യാറത്തുൻ, ഒരു കാറ്, ഏതൊരു കാറാണ്. ലിയന്ന സയ്യാറത്തുൻ ഇൻഖലബത്. ലിയന്ന സയ്യാറത്തുൻ ഇൻഖലബത് എവിടെ? വഴിയിലൊരു, നമ്മൾ മലയാളം ഭാഷയിൽ പറഞ്ഞാൽ വഴിയിൽ ഒരു കാറ് മറിഞ്ഞു. അങ്ങനെ ഇതായി, അങ്ങനെയാണ് അവൻ വൈകിയത്. അയിനൻഖലബത്തി സയ്യാറത്തു, എവിടെയാണ് മറിഞ്ഞത്? മുൻആതഫ് എന്താ പറഞ്ഞത്? മുൻആതഫ് വളവ്, അതായത് ബഅദൽ ജിസ്രി, ബ്രിഡ്ജിന്റെ ശേഷമുള്ള.
മതങ്കസഫത്തി ശംസു, മതങ്കസഫത്തി ശംസു, ഐനൻ കലബ. അവിടെയൊക്കെ ഹംസത്തുൽ വസ്ല് ഒഴിവാക്കി വായിക്കാൻ ശരിക്കണം. എപ്പോഴാ ഷംസ് ഇൻകിസാഫായത്? കുസൂഫ് വന്നപ്പോഴാണ്, ഗ്രഹണം സംഭവിച്ചപ്പോഴാണ്. യൗമ മാത ഇബ്രാഹിം. ഇൻകസഫത്തി ശംസു യൗമ മാത ഇബ്രാഹിം. അല്ലേ? ഇബ്രാഹിമു റളിയല്ലാഹു അൻഹു في عهد النبي صلى الله عليه وسلم. الخامس ماذا قال الناس؟ എന്ത് പറഞ്ഞു? قال الناس انكسفت الشمس لموت إبراهيم بن محمد. السادس بماذا أمرنا النبي صلى الله عليه وسلم عند انكساف الشمس والقمر؟ بماذا أمرنا النبي صلى الله عليه وسلم? എന്തിനെ കൊണ്ടാണ് കൽപ്പിച്ചത് എന്നാണ് പ്രയോഗം. ബിമാദ, അമറയുടെ കൂടെ വരുന്ന ഒരു പ്രിപ്പോസിഷനാണ് ബി. അപ്പോ മാത മുമ്പേ കൊണ്ടുവരുമ്പോ അമറ ബി എന്നുള്ളതില് അമറയ്ക്ക് ശേഷമുള്ള ബി എന്ത് ചെയ്യണം? മാതയുടെ കൂടെ ബി ഉണ്ട്. നല്ല ചോദ്യമാവുള്ളൂ. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ മതി മലയാളത്തിൽ. അപ്പൊ എന്തിനെ കൊണ്ട് കൽപ്പിച്ചു എന്നൊക്കെ ശരിക്കും അങ്ങനെ യൂസ് ചെയ്യലുണ്ടെന്നേ ഉള്ളൂ. ഇൻകിസാഫി ശംസി വൽ ഖമരി, അതിന്റെ രണ്ടിന്റെയും കുസൂഫ് ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഗ്രഹണം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം الشمس والقمر آيتان من آيات الله لا ينكسفان لموت أحد ولا لحياته فإذا رأيتموهما അവർ രണ്ടിനെയും കണ്ടാൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുക. അത് വെളിവാകുന്നത് വരെ. അശാനി പിന്നെ ഇനി കോൺവെർസേഷൻ ഡിസ്കഷൻ ആണ്. മിൻ അബ്വാബിൽ ഫഅലി സുലാസി, മിൻ അബ്വാബി الفعل الثلاثي المزيد. الفعل الثلاثي المزيد. الثلاثي المزيد എന്നാണ് നമ്മൾ എന്ത് പറഞ്ഞത്? 3+ വെർബ് എന്ന് പറഞ്ഞത്. ബേസിക്കലി 3 ആണ്, അതിന്റെ കൂടെ അഡീഷണൽ ഒന്ന്, അതാണ് മസീദ്. യാതാണ് എക്സ്ട്രാ ഒന്ന്. 3 ആൻഡ് എക്സ്ട്രാ ലെറ്റേഴ്സ്. ബാബു ഇൻഫഅല. ബാബു ഇൻഫഅല. ഇൻഫഅല ബാബ് അതിൽപ്പെട്ടതാണ്. നമ്മൾ ഇൻകലബ എന്നാണ് വിളിച്ചത്. ഇൻകലബ എന്ന് പറയാൻ പഠിക്കാൻ കാരണം, ഇൻകലബ പഠിച്ചു കഴിഞ്ഞാൽ ഇൻകലബ എന്തായാലും അത് പ്രയോഗത്തിൽ വരും. ഇൻഫഅല എന്ന സംഭവം ഇതില്ല, പ്രയോഗത്തിൽ വരില്ല. പക്ഷെ അത് അങ്ങനെ പറഞ്ഞു പഠിക്കാൻ വേണ്ടിയുള്ള മാത്രം ഒരു ഉപകരണമാണ്. പക്ഷെ ഗ്രാമറിൽ ഇങ്ങനെയാണ്, ഫഅല കൊണ്ടാണ് കംപ്ലീറ്റ് അതിനെ വിളിക്കുന്നത്. ഫഅല, പിന്നെ നമ്മൾ പറഞ്ഞ ഫതഹ യഫ്തഹു ആണെങ്കിൽ ഫഅല യഫ്അലു, അറബി യദ്രിബു ആണെങ്കിൽ ഫഅല യഫ്ഇലു, സമിയ യസ്മഉ ആണെങ്കിൽ ഫഅല യഫ്അലു, നസറ യൻസുറു ആണെങ്കിൽ ഫഅല യഫ്ഉലു, അങ്ങനെ പറയും. പിന്നെ അതേ പറഞ്ഞിട്ട് സബ്ബഹ ഒരു ഗ്രൂപ്പ് വരുമ്പോൾ ഫഅല, ജാഹദ ഗ്രൂപ്പ് വരുമ്പോൾ ഫഅല, അങ്ങനെയാണ് പോകുന്നത്. ഇൻഫഅല, ഇഫ്തഅല, ഇസ്തഫഅല, അങ്ങനെയൊക്കെ പറയും. അപ്പൊ ബാബു ഇൻഫഅല എന്നത് സുലാസി മസീദിൽപ്പെട്ട ഒരു ബാബാണ്. ബാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് പഠിച്ചതുപോലെ ബാബ് എന്നാണ് പറയുന്നത്. ബാബ് എന്ന് പറഞ്ഞാൽ അധ്യായം
വിഭാഗം എന്നൊക്കെയുള്ള അർത്ഥമാണ് ആ ബാബിന്. ചാപ്റ്റർ എന്നൊക്കെ പറയും. അപ്പോ ഹദീസിലൊക്കെ ബാബ് എന്നാണ് പറയുക, അധ്യായം എന്ന അർത്ഥത്തിൽ. അതിന്റെ ഹെഡിങ്ങിൽ മെയിൻ ഭാഗത്തിന്, പ്രധാന ഭാഗത്തിന് എന്ത് പറയും? കിതാബ് എന്ന് പറയും. അപ്പോ കിതാബ് ത്വഹാറത്തി, ആദ്യം തുടങ്ങുന്നത് കിതാബ് ത്വഹാറത്താണ്, ശുദ്ധിയുടെ അധ്യായം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ താഴെ വരുന്ന സബ് ഹെഡിങ്ങിൽ ബാബ് എന്ന് പറയും. പിന്നെ ബാബുൽ വുളൂ, ബാബുൽ വുളൂ, ബാബുൽ മിയാ, ബാബുൽ വുളൂ, അങ്ങനെ വരും. വെള്ളത്തിന്റെ അധ്യായം, പിന്നെ വുളൂവിന്റെ അധ്യായം, കുളിയുടെ അധ്യായം എന്നൊക്കെ പറഞ്ഞെടുത്ത് ബാബ് എന്ന് പറയും. ഇവിടെ നമ്മൾ ബാബ് ഇൻഫാല എന്ന് പറഞ്ഞാൽ ഇൻഫാലയുടെ അധ്യായം എന്നല്ല, ഇൻഫാലയുടെ ഗ്രൂപ്പ്, ആ വിഭാഗം എന്നാണ്. അപ്പൊ ഇൻഫാല മീൻസ് ഇൻ പ്ലസിന് എന്ത് വായിക്കും അറബിയില്? വർദ്ധിച്ചു, സായിദ് വർദ്ധിക്കുന്നത്. ഇൻ ഫഅല, ഇൻ പ്ലസ് ഫഅലയാണ് ഇൻഫാലായി തീർന്നത്. സീദത്ത് ഫീഹി, സീദത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വർദ്ധിച്ചു. സീദ വർദ്ധിക്കപ്പെട്ടു. വർദ്ധിക്കപ്പെട്ടു. ഫീഹി അൽ ഹംസത്തു വന്നൂനു, ഹംസത്തും നൂനും വർദ്ധിച്ചു. ഹംസത്ത് എന്ന് പറഞ്ഞാല് ഹംസത്തുൽ വസ്ലിനെയും ഹംസ ആണ് എന്നാണ് പറയുക. ഹംസത്തുൽ വസ്ലിനെയും ഹംസ എന്നാണ് പറയുക. അപ്പൊ ഹംസത്തുൽ വസ്ലും നൂനും വർദ്ധിച്ചു. ഖബലൽ ഫാഇ എന്ന് പറഞ്ഞാൽ ഫാഉൽ ഫഅലിന് ഫഅല എന്ന് പറയുമ്പം അതിന്റെ 3 അക്ഷരത്തെയും പ്രത്യേകം എടുത്തു പറഞ്ഞാൽ ഒന്ന് ഫാഉൽ ഫഅൽ, രണ്ട് ലാമുൽ ഫഅൽ. ഫാഉൽ ഫഅൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരം, ഐനുൽ ഫഅൽ എന്ന് പറഞ്ഞാൽ മധ്യത്തെ അക്ഷരം, ലാമുൽ ഫഅൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരം. വന്നൂനു ഖബലൽ ഫാഇ, ഫാഉൽ ഫഅലിന് മുമ്പ് അലിഫും നൂനും വർദ്ധിച്ചു. നഹ്വ ഇൻഫതഹ, ഇൻഫതഹ പോലെ, ഇൻകസറ ഇൻഖതഅ ഒക്കെ പോലെ. അപ്പൊ ഫതഹ എന്ന് പറഞ്ഞാൽ ഫതഹ തുറന്നു എന്നാണ്. ഫതഹ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിറ്റീവ് വെർബാണ്. ഫതഹൽ വലദുൽ ബാബ, കുട്ടി ഡോർ തുറന്നു, അത് തുറന്നു. അതേസമയം ഇൻ ഫതഹൽ ബാബു എന്ന് പറഞ്ഞാൽ വാതിൽ സ്വയം തുറന്നു. സ്വയം തുറക്കുന്ന വാതിലെ കണ്ടില്ലേ നിങ്ങള്? കണ്ടില്ലേ? നിങ്ങളെ ഹോസ്പിറ്റലിലേക്കൊക്കെ കയറുമ്പോഴത്തേക്ക് എന്താ വരിക? തുറക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്ന അത് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും? അവിടെ വെച്ചിരിക്കുന്ന സെൻസർ സെൻസ് ചെയ്തിട്ട് അത് തുറക്കും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായി തുറക്കും. അതിനാണ് ഇൻഫതഹ എന്ന് പറയുന്നത്. അതേപോലെ കസറ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു. എന്താണ്? സ്വയം തുറന്നു. അങ്ങനെ ഇൻഫതഹ എന്ന് പറഞ്ഞാൽ സ്വയം തുറന്നു. അപ്പൊ അവിടെ വേറൊരാൾ ചെയ്യുന്നില്ല. അതെന്താണ്? അത് ഇൻട്രാൻസിറ്റീവ് ആണ്. ഇൻഫതഹ എന്ന് പറയുന്ന ഫയല് ഇൻട്രാൻസിറ്റീവ് ആണ്, ട്രാൻസിറ്റീവ് അല്ല. അതേപോലെ കസറ പൊട്ടിച്ചു, കസറത്തുൽ കൂബ എന്ന് പറയാം, ഞാൻ കപ്പിനെ പൊട്ടിച്ചു. അതേസമയം അങ്ങനെ കപ്പ് അവിടെ ഇരുന്നപ്പോഴത് സ്വയം പൊട്ടിപ്പോയി. എങ്കിൽ ഇൻകസറൽ കൂബു, കപ്പ് പൊട്ടിപ്പോയി. അതേപോലെ ഇൻഖതഅ, സ്വയം മുറിഞ്ഞു. ഖതഅതു അൽ ഹബ്ല, ഖതഅതുൽ ഹബ്ല, ഞാൻ കയറിനെ മുറിച്ചു. ഇൻഖതഅ അൽ ഹബ്ലു എന്ന് പറഞ്ഞാൽ ഹബൽ ഇങ്ങനെ കാലപ്പഴക്കം കൊണ്ട് ഹബൽ മുറിഞ്ഞു. അതേപോലെ അതാണ്, അങ്ങനെയാണ് ഇൻ ചേർന്ന് വരുന്ന ക്രിയകളുടെ പ്രയോഗം. ഇസ്തഖ്രിജ് മിനദ് ദർസി അൽ അഫ്ആൽ അൽ വാരിദത്തി ഫീഹി മിൻ ബാബി ഇൻഫഅല,
ഇൻഫാലുള്ള ബാബിൽ നമുക്ക് എടുത്ത് എഴുതാം. ഞാൻ പറഞ്ഞായിരുന്നു, ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞു. الثالث تأمل المثال ثم هات المضارع واسم الفاعل والمصدر من الأفعال الآتية. ഇതിന് എന്ത് ചെയ്യണം? ഉദാഹരണം പറഞ്ഞിട്ട് ഉദാഹരണം നോക്കിയിട്ട് അതേപോലെ ഹാത്തിൽ മുതാരി കൊണ്ടുവരണം, വസ്മൽ ഫാഇൽ ഇസ്മുൽ ഫാഇൽ കൊണ്ടുവരണം, കർത്തൃനാമം, വൽ മസ്ദർ ധാതു മിനൽ അഫ്ആൽ ആതിയ. അപ്പോ മാളി ഇൻകസറ എന്നാണ് അതിന്റെ മുതാരി വരുമ്പോ എൻകസിറു, ഇൻകലബ, എൻകലിബു ആലോചിച്ചാൽ മതി. പിന്നെ ഇസ്മുൽ ഫാഇൽ മുൻകസിറുൻ എന്നാണ്, മുൻകസിർ എന്നാണ്. ഇവിടെ ഇസ്മുൽ മഫ്ഊൽ പഠിപ്പിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല്, ഇൻകസറ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ എന്താണ്? അത് ട്രാൻസിറ്റീവ് വെർബാണ്, അല്ല ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഇൻട്രാൻസിറ്റീവ് വെർബിന്റെ ഇസ്മുൽ മഫ്ഊൽ പഠിക്കൽ പ്രധാനമല്ല യഥാർത്ഥത്തിൽ. നമ്മൾ പട്ടിക 21 പട്ടിക പൂർത്തീകരിക്കാൻ വേണ്ടി അതെല്ലാം നമ്മൾ പറഞ്ഞു പഠിക്കുന്നതേ ഉള്ളൂ. 21 രൂപവും നമ്മൾ പൂർത്തീകരിക്കാൻ പറ്റും. അങ്ങനെയും വരാൻ സാധ്യത ഉണ്ടാകും ചിലപ്പോൾ. അതേസമയം ഇവിടെ അത് കൊടുത്തിട്ടില്ല. കാരണം എന്താണ്? ഇൻകസറ പൊട്ടിച്ചു, ഇൻകസറ പൊട്ടി, ഇൻകസറൽ കൂബു. ഇനി കൂബ് പൊട്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അൽ കൂബു മുൻകസറൻ എന്ന് പറയാൻ പറ്റില്ല. മുൻകസിർ എന്ന് പറയാം, പൊട്ടിയതാണ്. ഇസ്മുൽ ഫാഇൽ ഉപയോഗിക്കാം. അതേസമയം ഇസ്മുൽ മഫ്ഊൽ അത് പ്രസക്തമല്ല. അൽ മസ്ദറു ഇൻകിസാർ. അപ്പോ ഇൻഖിലാബ്, ഇൻഖിലാബ് എന്ന് പറയുന്ന പോലെ ഇൻകിസാർ. പറഞ്ഞു നോക്കേ. ഇൻഫതഹ യൻഫതിഹു, ഇസ്മുൽ ഫാഇൽ മുൻഫതിഹ്. അപ്പൊ നമ്മൾ ഫതഹ ഉപയോഗിച്ചാൽ അൽ ബാബു മഫ്തൂഹുൻ എന്ന് പറയാം. അൽ ബാബു മഫ്തൂഹുൻ, അത് തുറക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ സംബഡി ഹാസ് ഓപ്പൺഡ് ഇറ്റ്. ആരോ ഒരാളത് തുറന്നു. അതേസമയം ഇൻഫതഹ ഉപയോഗിച്ച് പറയുന്നതാണ് അത് ഉചിതമായിട്ടുള്ളത്. അൽ ബാബു മുൻഫതിഹുൻ, തുറന്നിരിക്കുകയാണ്, വാതിൽ തുറന്നിരിക്കുകയാണ്. ആര് തുറന്നു എന്നത് പറയേണ്ടതില്ലാത്ത സന്ദർഭത്തിൽ അൽ ബാബു മുൻഫതിഹുൻ എന്ന് പറയാം. പിന്നെ അൽ മസ്ദർ എന്തായിരിക്കും? ഇൻഫിതാഹുൻ, ഇൻഫിതാഹ്, തുറക്കൽ, സ്വയം തുറന്നു വരൽ. ഇൻകലബ, സ്പീഡിന് പറയും. ഇൻകത്താ പറയും ഒരാള്, സ്പീഡിന് പറയും. ഇവിടെ മഖ്റജ് പ്രസക്തമല്ല. നമ്മൾ എന്ത് ചെയ്യാ, വേഗം പറഞ്ഞു പഠിക്കണം. എന്നാലേ നമ്മൾ പെട്ടെന്നൊരു വാക്ക് വരുമ്പോൾ അതിന്റെ റൂട്ട് നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഇൻഫിതാഹ് വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഫതഹിൽ നിന്ന് വന്നാണ് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മളെ മൈൻഡ് സ്പീഡിൽ പറഞ്ഞു പഠിക്കണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, അത് സ്പീഡിന് വയ്ക്കുകയുള്ളൂ. ഇൻസറഫ, ഇൻസിറാഫുൻ. അപ്പോ ഇൻഷക്ക, അവിടെ മുൻഷക്കുൻ നമ്മൾ പറഞ്ഞില്ലേ. നമ്മൾ ഇൻഷക്ക പഠിപ്പിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്രയാസം പോലെ തോന്നി. ഇത് രണ്ടും ഒരേപോലെയാണല്ലോ. അപ്പൊ മുൻഷക്കുൻ എല്ലാ സ്ഥലത്തും എന്താണ്? മുൻഷക്കുൻ തന്നെയാണ്. അത് ഇസ്മുൽ ഫാഇലും ഇസ്മുൽ മഫ്ഊലും അങ്ങനെ തന്നെയാണ് വരിക. മുൻഷക്കുൻ യഥാർത്ഥത്തിൽ മുൻകസീറുൻ എന്നല്ലേ. അപ്പൊ ഈ മുൻകസീറുൻ എന്ന് പറഞ്ഞിടത്ത് ആ കെസ്ർ എവിടെയാ ഉള്ളത് യഥാർത്ഥത്തില്? മുൻഷക്കുൻ എന്ന് പറഞ്ഞാൽ ഏത് അക്ഷരത്തിലാണ് കെസ്ർ ഉള്ളത്? മുൻഷക്കുൻ എന്ന് പറയുന്നിടത്ത് കെസ്റുള്ളത് ഏത് അക്ഷരത്തിനാണ്? ഞാൻ ചോദിച്ചത്, അതായത് മുൻകസീറുൻ എന്ന് പറഞ്ഞിടത്ത് സീനിനാണ് കെസ്റുള്ളത്. മുൻഷക്കുൻ എന്ന് പറഞ്ഞിടത്ത് ഏത് അക്ഷരത്തിനാണ് കെസ്റുള്ളത്? അവസാനത്തിന് മുമ്പുള്ള കാഫിന്. അങ്ങനെയാണ്, അവസാനത്തിന് മുമ്പുള്ള കാഫിനാണ്. അവസാനം 2 കാഫാണ്. അപ്പൊ അതിന് മുമ്പുള്ള കാഫിനാണ് കെസ്റുള്ളത്. അപ്പോ ഇവിടെ ഷദ്ദ് കൊടുത്ത് പറയുമ്പോഴത്തേക്ക് കെസ്റ് വന്നാലും ഫതഹ വന്നാലും മുൻഷക്കൻ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഫതഹ ആയിരുന്നാലും കെസ്റായിരുന്നാലും
ശ്രദ്ധ കൊടുക്കുന്നതോടുകൂടി പിന്നെ അതങ്ങ് പോയി. ഷക്കയുടെ അർത്ഥം എന്താ? ഇൻഷക്കയുടെ അർത്ഥം എന്താ? ഫൈനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വിഡ്രോ ആയി. അതെ, എന്താണ്? പിളർന്നു, സ്വയം പിളർന്നു. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്ന് പറഞ്ഞില്ലേ? ഷക്ക. അതേസമയം ഷക്ക എന്ന് പറഞ്ഞാൽ പിളർത്തി. പിളർത്തി. ഇൻഷക്ക പിളർന്നു. അപ്പോ ഇതിന്റെ ക്രിയാധാരം എന്താ? ഇൻഷിഖാഖ്. അതാണ് സൂറത്തുൽ ഇൻഷിഖാഖ്. ഇഞ്ചല. ഇഞ്ചല വരുമ്പോഴത്തേക്ക് അവസാനം ദുർബലാക്ഷരമാണ്. അപ്പോൾ നാമരൂപങ്ങളിൽ വരുമ്പോൾ ദുർബലാക്ഷരം പോകും. ഇഞ്ചല എൻജലി അല്ലേ? ഇഞ്ചല എൻജലി. മുൻജലിൻ. ഇഞ്ചിലാഉൻ. ഇഞ്ചിലാഉൻ. ദുആഉൻ പോലെ ദഅ യദ്ഉ ദുർബലാക്ഷരമാണ് അവസാനമുള്ളത്. അപ്പൊ അതിൽ ക്രിയാധാതു വന്നപ്പോ ദുആഉൻ എന്ന് വന്നു. അതേപോലെ അതിലെന്ത് ചെയ്യും? ദുർബലാക്ഷരമുള്ള നാമങ്ങളിൽ ക്രിയാധാതു വരുമ്പോൾ ഹംസ വരും. ഇഞ്ചിലാഉൻ. ഇഞ്ചലാന്റെ അർത്ഥം എന്താണ്? ഇഞ്ചലാന്റെ അർത്ഥം വെളിവായി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു നമ്മൾ ഇഞ്ചല. ഇഞ്ചല വെളിവായി. ഇഞ്ചില വെളിവാങ്ങൽ. الرابع يفيد باب انفعل. انفعل الباب എന്ത് ചെയ്യും? അൽ മുതാവഅതു. മുതാവഅത്തിനെ യുഫീദ് എന്നാൽ അത് നൽകും, അല്ലെങ്കിൽ ആ ഒരു പ്രയോജനം ചെയ്യും. അതിന്റെ യൂസ് ആണ് ഉണ്ടാവുക. യുഫീദു ബാബ് ഇൻഫഅല. അൽ മുതാവഅത്ത് സ്വയം ചെയ്യൽ. അൽ മുതാവഅത്ത് സ്വയം ചെയ്യൽ. ഫതവഅത് ലഹു നഫ്സുഹു എന്ന് പറഞ്ഞില്ലേ? ഫതവഅത് ലഹു നഫ്സുഹു. അദ്ദേഹത്തിന്റെ നഫ്സ് അതിനു വേണ്ടി വഴങ്ങി എന്ന് പറഞ്ഞതുപോലെ വഴങ്ങൽ, സ്വയം ചെയ്യൽ. യുഫീദു ബാബു ഇൻഫഅല. ഇൻഫഅല ബാബ് എന്തർത്ഥം നൽകും? യുഫീദ് എന്ന് പറഞ്ഞാൽ പ്രയോജനം ചെയ്യും. എന്ത് പ്രയോജനം ചെയ്യും? അൽ മുതാവഅത്ത് സ്വയം ചെയ്യലിന്റെ പ്രയോജനം ചെയ്യും. തഖൂലു ഫതഹത്തുൽ ബാബ. നേരത്തെ പറഞ്ഞ ഉദാഹരണം ശ്രദ്ധിക്കുക. തഖൂലു നിനക്ക് പറയാം. ഫതഹത്തുൽ ബാബ. ബാബിനെ ഞാൻ തുറന്നു, അല്ലെങ്കിൽ വാതിലിനെ ഞാൻ തുറന്നു. ഫ ഇൻഫതഹ. ഫ ഇൻഫതഹ എന്ന് പറയാൻ പറ്റില്ല, ഹംസത്തുൽ വസ്ലങ്ങ് പോകും. ഫൻഫതഹ അപ്പോൾ അത് തുറന്നു. വാതിലിനെ ഞാൻ തുറന്നു, അപ്പോഴത് തുറന്നു. തഅമ്മൽ മിസാൽ സുമ്മ അക്മിൽ നാഖിസ. റീഡ് ശ്രദ്ധിച്ചു വായിക്കുക, തുറന്നു വരുന്ന ശ്രദ്ധിച്ചു വായിക്കുക. സുമ്മ അക്മിൽ നാഖിസ. പിന്നീട് വിട്ട ഭാഗം പൂരിപ്പിക്കുക. നാഖിസ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതെന്നാണ്. അൽ മിസാൽ ഫതഹത്തുൽ ബാബ ഇൻഫതഹൽ ബാബു. അപ്പൊ കസർത്തുൽ കൂബ അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? കസർത്തുൽ കൂബ. ഇൻകസറൽ കൂബു. ഇവിടെ കസർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ചു. അൽ കൂബ കപ്പിനെ ഞാൻ പൊട്ടിച്ചു. കപ്പിന് എന്ത് സംഭവിച്ചു? കപ്പ് പൊട്ടി എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? ഇൻകസറൽ കൂബു. അപ്പൊ ഇവിടെ വരുന്നത് നമുക്ക് രണ്ടും തമ്മിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ട് ഒരേ പോലെ കൊടുത്തിരിക്കുന്നത്. പ്രയോഗത്തിൽ വരുമ്പോൾ രണ്ടും ഒരുമിച്ച് പറയേണ്ട കാര്യമില്ല. അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ടും കൊടുത്തിരിക്കുന്നത്. ഫതഹത്തുൽ ബാബ ഞാൻ വാതിൽ തുറന്നു. ഇൻ ഫതഹൽ ബാബു വാതിൽ സ്വയം തുറന്നു. കസർത്തുൽ കൂബ ഞാൻ കപ്പിനെ പൊട്ടിച്ചു. ഇൻകസറൽ കൂബു കപ്പ് പൊട്ടി. അപ്പൊ ഇവിടെ കസർത്തുൽ കൂബ എന്ന് പറയുമ്പോൾ ഫതഹത്തുൽ ബാബ എന്ന് പറയുമ്പോൾ ബാബ് മഫ്ഊലുൻ ബിഹിയാണ്.
ഇൻഫത്തഹൽ ബാബു എന്ന് പറഞ്ഞാൽ ബാബാണ് ഫായില്. അപ്പൊ അടയാള വ്യത്യാസം ശ്രദ്ധിക്കണം. ഫതഹത്തു എന്ന് പറഞ്ഞെടുത്ത് അനൽ ഫായില്, അനയാണ് ഫായില്, അൽ ബാബു മഫ്ഊൽ ബിഹിയാണ്. ഇൻഫത്തഹൽ ബാബു എന്ന് പറഞ്ഞാൽ ബാബാണ് പണി നടത്തിയത്. അതാണ് മുതാവഅത്ത് എന്ന് പറഞ്ഞാൽ സ്വയം ചെയ്യൽ. അപ്പൊ ഖതഅത്തുൽ ഹബല എന്ത് പറയും? ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ഇൻഖതഅൽ ഹബലു, ഖലബത്തുൽ കിതാബ, ഖലബത്തുൽ കിതാബ, ഇൻഖലബൽ കിതാബു, ഹസമൽ മുസ്ലിമൂനൽ കുഫാറ. ഹസമ, ഹസമ എന്താ അർത്ഥം? തീരുമാനിച്ചു. ഹസമ അത് അസമയാണ് കേട്ടോ. അത് അസമയാണ്, തീരുമാനിച്ചു ഉറച്ചു എന്ന് പറയാം. ഐന് സീന് സായി മീമാണ്. ഇവിടെ ഹസമ. ഹസമ നമ്മൾ ഹജ്ജിന് പോയപ്പോഴൊക്കെ പറഞ്ഞില്ലേ? അൽഹംദുലില്ലാഹി വഹ്ദ വഹസമൽ അഹ്സാബ വഹ്ദ. ഹസമൽ അഹ്സാബ, ഹസമ പരാജയപ്പെടുത്തി, ഹസമ അവൻ പരാജയപ്പെടുത്തി. അൽ അഹ്സാബ സഖ്യസേനയെ, സംഘങ്ങളെ, വഹ്ദ അവൻ ഒറ്റയ്ക്ക്. അപ്പൊ ഹസമ പരാജയപ്പെടുത്തി. അൽ മുസ്ലിമൂന മുസ്ലിങ്ങൾ, ആരെ? അൽ കുഫാറ. അപ്പോ അൽ കുഫാർ എന്നത് ഇവിടെ മഫ്ഊൽ ബിഹിയാണ്. ഹസമയെ എങ്ങനെ മാറ്റിയാൽ അത് മഫ്ഊൽ ബിഹിയെ ഫായിലാക്കാം? ഇൻ ഹസമൽ കുഫാറു, കുഫാറ് പരാജിതരായി, പരാജിതരായി. അപ്പൊ നമുക്ക് കറക്റ്റ് അതിന്റെ ഇത് മനസ്സിലാവും. അൽ ഖാമിസ് മുതാവിഉ ഫഅല. متابع فعل إن فعل كما رأيت. أما فعل فمتابعه تفعل. فمتابع സ്വയം ചെയ്യൽ, സ്വയം ചെയ്യുന്ന രൂപം ഫഅല, ഫഅലയുടെ സ്വയം ചെയ്യുന്ന രൂപം. അഥവാ ഫതഹ പോലെ എന്താ പറയാ, ഫഅല സുലാസിയിൽ മുജറദ്, ഫഅല സുലാസിയിൽ അൽ മുജറദ്, മൂന്നക്ഷരം മാത്രമുള്ള ക്രിയകളുടെ മുതാബിഅ എങ്ങനെ വരും? ഇൻ ഫഅല രൂപത്തിലാണ് വരിക. അൽ മുതാബിഅ എന്ന് പറഞ്ഞാൽ സ്വയം ചെയ്യുന്ന പദം. എങ്ങനെ വരും? ഇൻ ഫഅല എന്നാണ് വരിക. കമാ റഅയ്ത, നേരത്തെ നീ കണ്ടതുപോലെ. കമാ റഅയ്ത, as you have seen. അമ്മ ഫഅല, ഇവിടെ അമ അല്ല കേട്ടോ, കാരണം അമയ്ക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് നമുക്ക് അമ്മ തന്നെ വായിക്കേണ്ടി വരും. അപ്പൊ നമുക്കറിയാം അമ്മ എന്നൊരു രൂപമാണ്. ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസിൽ ഈ സംഗതി ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒറിജിനൽ മീനിങ് നമുക്ക് കിട്ടുന്നത്. അമ്മ ഫഅല. അപ്പോ ഫഅല രൂപമാണെങ്കിൽ, സബ്ബഹ ഫോം ആണെങ്കിൽ, അപ്പൊ എന്താ 3+1 ആയി മിഡിൽ ശബ്ദം വന്നതാണെങ്കിൽ ഫമുതാബിഉഹു, അതിന്റെ സ്വയം ചെയ്യൽ രൂപം എങ്ങനെയാണ് വരിക? തഫഅല രൂപത്തിലായിരിക്കും വരിക. നമ്മൾ പഠിച്ചില്ലേ? ജക്കറ, ജക്കറ ഓർമ്മിപ്പിച്ചു. അവ സ്വയം ഓർമ്മിച്ചതിന് എന്ത് പറഞ്ഞു? തദക്കറ. തഅമ്മലിൽ മിസാല സുമ്മ അക്മിലിൻ നാഖിസ്. ഉദാഹരണം ശ്രദ്ധിച്ച് വായിച്ചിട്ട് വിട്ട ഭാഗം പൂർത്തീകരിക്കുക. അൽ മിസാൽ കസ്സർതു സുജാജ. ഞാൻ, സുജാജ് എന്താ? ഗ്ലാസ്. ഞാൻ ഗ്ലാസ് പൊട്ടിച്ചു. എന്തായി? ഗ്ലാസിന് എന്ത് സംഭവിച്ചു? തകസ്സറ സുജാജ്. തകസ്സറ സുജാജ്. ഈ സുജാജ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വേണം നമ്മൾ പറയും, അല്ലെ? ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിലുള്ള വെള്ളം. കൂബിന് പകരം എന്ത് ചെയ്യാം? സുജാജ് ഉപയോഗിക്കാം. അതേപോലെ നമ്മൾ വാഹനത്തിന്റെയും നമ്മുടെ ജനലിന്റെ ഒക്കെ ഉപയോഗിക്കുന്ന സുജാജിനും എന്ത് ചെയ്യാം? സുജാജ് എന്ന് ഉപയോഗിക്കാം.
സുജാജ് ഖുറാനിൽ വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? 100. ആ, 100. അൽ മിസ്ബാഹ് ഫി സുജാജത്തി. അപ്പോ തകസ്സറ സുജാജു, ഗ്ലാസ് പൊട്ടി. ഖത്താഅത്തുൽ ഹബല, നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ കൂടെയാണ്. ഞാൻ ആ സമയത്ത് ഇങ്ങനെ മൈൻഡിൽ വന്ന ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഖത്താഅത്തുൽ ഹബല, ഞാൻ ഖത്താ എന്ന് പറയാം, ഖത്താ എന്ന് പറയാം. ഖത്താഅത്തുൽ ഹബല, അപ്പം സബ്ബഹ ഗ്രൂപ്പായിട്ടാണ് ഉപയോഗിച്ചത്. ഖത്താഅത്തുൽ ഹബല, ഞാൻ കയറിനെ മുറിച്ചു. അപ്പൊ എന്ത് പറയാം? തഖത്തഅൽ ഹബലു. തഖത്തഅൽ ഹബലു. തഖത്ത എന്ന വാക്ക് ഖുർആനിൽ പഠിച്ചിട്ടുള്ള ആരെങ്കിലും? അൽ ബഖറയിൽ പഠിച്ചു നമ്മള്. തഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. തഖത്ത എന്ന വാക്ക് അൽ ബഖറയിൽ വന്നിട്ടുണ്ട്. ആയത്ത് ഇത് തന്നെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. الذين എന്നുള്ള ആദ്യ മീനിങ് തന്നെ. കത്ത എന്ന് പറഞ്ഞാലും കത്ത എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. അത് രണ്ടും ട്രാൻസിറ്റീവ് ആണ്. കത്ത മുറിച്ചു, കത്ത എന്ന് പറഞ്ഞാലും മുറിച്ചു എന്ന് തന്നെയാണ്. പക്ഷെ നമുക്കറിയാം അക്ഷരത്തിന്റെ എണ്ണം കൂടുമ്പോൾ ഇന്റൻസിറ്റി കൂടും. ഒരേ അർത്ഥമാണെങ്കിൽ അക്ഷരത്തിന്റെ എണ്ണം കൂടിയാൽ കൂടുന്നതിന് തീവ്രത കൂടും, അല്ലെങ്കിൽ അതിന്റെ രീതി, ഭാവം ഇതൊക്കെ മാറും. അപ്പൊ എന്തായി? കത്ത, മുറിഞ്ഞു. കാലല്ലദീന കഫറു ലൗ അന്ന ലനാ കറത്തൻ എന്ന് പറഞ്ഞിട്ടൊരു ആയത്തുണ്ട്. അതിന് മുമ്പേ താഴെ ഈ ഭാഗം വരും. തഖത്ത, മുറിഞ്ഞു. അപ്പോ ഇൻകസറ നമ്മൾ നേരത്തെ വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, പാഠം വായിച്ചപ്പോ. ഇൻകസറ എന്ന് പറഞ്ഞിടത്ത് ഹംസത്തുൽ വസ്ല് ഒഴിവാക്കും. ഇൻകസറ എന്നത് എന്തായി മാറും എന്നാണ് ഈ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. ആരോ മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നത്. ആരോ മാർക്ക് എന്ത് പറയും അറബിയില്? അലാമത്ത് സഹം. സഹം, അമ്പ്. അപ്പൊ എന്തായി മാറി? അത് അൻകസറ എന്നായി മാറി. എന്താണ് അതിന്റെ വിശദീകരണം പറഞ്ഞിരിക്കുന്നത്? ഇതാ ദഖലത്ത് ഹംസത്തുൽ ഇസ്തിഫ്ഹാം. ഹംസത്തുൽ ഇസ്തിഫ്ഹാം, ഹംസത്തുൽ ഇസ്തിഫ്ഹാം അതല്ല ശരിക്കും പറയേണ്ടത്, ഹംസത്തുൽ ഇസ്തിഫ്ഹാം. കാരണം എന്താ? ഇസ്തിഫ്ഹാമിന്റെ ഈ എന്താണ്? ഹംസത്തുൽ വസ്ലാണ്. ചേർത്ത് വായിക്കുമ്പോൾ ഹംസത്തുൽ ഇസ്തിഫ്ഹാം. ഇതാ ദഖലത്ത് ഹംസത്തുൽ ഇസ്തിഫ്ഹാമി അലൽ ഫഅല, ഇൻഫഅല വസനില് ചേർന്നാൽ ഹുസിഫത്ത് ഹംസത്തുൽ വസ്ൽ, ഹംസത്തുൽ വസ്ല് ഒഴിവാക്കപ്പെടും. ലെഫ്റ്റ് ഔട്ട് എന്നാണ്. ഹദഫ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി, ഹുസിഫത്ത് ഒഴിവാക്കപ്പെടും ഹംസത്തുൽ വസ്ൽ. അദ്ഖൽ ഹംസത്തുൽ ഇസ്തിഫ്ഹാമി അലൽ ജുമലിൽ ആതിയ. ഇനി പറയുന്ന സെന്റൻസിൽ ഇസ്തിഫ്ഹാം ചേർക്കുക. ഇൻഖലബത്തി സയ്യാറത്തു എന്ത് പറയും? ഇൻഖലബത്തി സയ്യാറത്തു എന്ന് ചോദിക്കണം. ചോദ്യം വായിക്കുന്ന കേൾക്കുമ്പോൾ ചോദ്യമാണെന്ന് മനസ്സിലാവണം. ഇൻഫതഹ ബാബുൽ മത്അം. അൻഫതഹ ബാബുൽ മത്അം. ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് എന്താണ് മത്അമിന്റെ മീനിങ്? ക്യാൻറ്റീൻ അല്ലെങ്കിൽ റെസ്റ്റോറന്റും പറയാം. ക്യാൻറ്റീൻ, റെസ്റ്റോറന്റ്. പിന്നെ എന്തുണ്ട്? നമ്മളെ വീട്ടിലെ മത്അം എന്താണ്? വീട്ടിലെ മത്അമിന് എന്ത് പറയും? ഡൈനിങ് ഹാൾ. ഡൈനിങ് ഹാൾ. എന്തായിരുന്നാലും അറബിയിൽ ഒരു വാക്യമുണ്ട്, ഭക്ഷണശാല, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. ഇത്രയേ ഉള്ളൂ. അതാണ്
നമ്മൾ പുതിയ പുതിയ വേറെ വേറെ വാക്കുകളൊന്നും തിരഞ്ഞു പോകണ്ട. അതെല്ലാ സ്ഥലത്തും പ്രസക്തമാണ്. പക്ഷെ പൈസ കൊടുത്ത് വാങ്ങുന്ന സ്ഥലമാണെങ്കിൽ റെസ്റ്റോറൻറ്റിന് എന്ന് പറയും ഇംഗ്ലീഷിൽ, അതിന് മത്തം തന്നെയാണ്. അല്ലാതെ പൊതുവായി വിശാലമായ സ്ഥലമാണെങ്കിൽ, അത് ക്യാൻറ്റീൻ എന്ന അർത്ഥത്തിലാണെങ്കിൽ അതിനും മത്തമാണ്. അതേപോലെ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണെങ്കിൽ അതും മത്തം തന്നെയാണ്. എല്ലാം മത്തമാണ്. الثالث أبو انفتح باب المطعم. الثالث ونادن راجع انهزم المشركون. انهزم المشركون. انهزم المشركون. الرابع أسلم أبوك. أسلم أبوك. أسلم أخوك. കാരണം എന്തല്ല ഇവിടെ ഹംസത്തുൽ വസ്ൽ അല്ല. ഇദാ ദഖലത് ഹംസത്തുൽ ഇസ്തിഫ്ഹാമി അല ഇൻഫഅല ഹുദിഫത് ഹംസത്തുൽ വസ്ൽ. ഇവിടെ ഹംസത്തുൽ വസ്ൽ അല്ല. ഓക്കേ, അപ്പൊ അതെങ്ങനെ ഉസ്താദേ? അസ്ലമ അബൂക. അസ്ലമ അബൂക. ഓക്കെ, അസ്ലമ അബൂക. അസ്സാബിയ തഅമ്മൽ അംസലതി. നമ്മൾ പറഞ്ഞല്ലോ, എല്ലാം ഇങ്ങനെ വായിച്ചു വരുമ്പോഴത്തേക്ക് ഒരെണ്ണം വ്യത്യാസം കാണിക്കും. പലപ്പോഴും നമ്മൾ നേരത്തെ കഴിഞ്ഞ എക്സസൈസിൽ പലതും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എല്ലാം ഒരേപോലെ അല്ല. ഹംസത്തുൽ വസ്ലായപ്പോഴാണ് അത് പോയത്. അതേസമയം ഒറിജിനൽ ഹംസത്ത് ആയപ്പോഴത്തേക്ക് അവിടെ തന്നെ ഉണ്ട്. തഅമ്മൽ അംസിലത്തുൽ ആതിയ ലിബാബിൻ ഫഅല. ഇൻഫഅലയുടെ ബാബിൽപ്പെട്ട ഉദാഹരണങ്ങൾ, താഴെ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. വഅയ്യിൻ ഫീഹ അൽ മാദിയ വൽ മുദാരിഅ വസ്മ അൽ ഫാഇൽ വൽ മസ്ദർ. അതെന്ത് ചെയ്യണം? വഅയ്യിൻ പോയിന്റ് ഔട്ട് ചെയ്യുക. ഫീഹ അൽ മാദിയ വൽ മുദാരിഅ വസ്മ അൽ ഫാഇൽ. ഈ മാദി മുദാരിയും ഇസ്മുൽ ഫാഇലും മസ്ദറും കാണിക്കുക. ഇസ്മുൽ മഫ്ഊൽ എന്തില്ല, പ്രയോഗിച്ചിട്ടില്ല. വഖഅൽ കൂബു അലൽ അർദി വൻകസറ. വൻകസറ ഏത് ടെൻസാണ്? ഫിഅൽ മാദി. ഹാദൽ ബാബു ലാ യൻഫതിഹു. എന്താണ് യൻഫതിഹു? എന്താണ്? ഉദ്ഖുൽ മിനൽ ബാബിൽ ആഖർ. ഹാദൽ ബാബു ലാ യൻഫതിഹു എന്ന് പറഞ്ഞാൽ ഈ വാതിൽ തുറക്കൂല. ഈ വാതിൽ തുറക്കൂല. ഉദ്ഖുൽ മിനൽ ബാബിൽ ആഖർ. മറ്റു വാതിലൂടെ പ്രവേശിച്ചുകൊള്ളുക. വഖഅൽ കൂബു അലൽ അർദി വൻകസറ എന്ന് പറഞ്ഞപ്പോ ഗ്ലാസ് വീണു, അത് പൊട്ടി. الثالث تنطفئ أنوار الشوارع في الساعة الخامسة صباحا. അവിടെയൊക്കെ നേരത്തെ നേരം വിളിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? അണച്ചു. അണച്ചു. അപ്പോ എന്ന് പറഞ്ഞാൽ അണഞ്ഞു. അൻവാറു ഷവാരിഇ. ഷവാരി എന്താണ്? ഷാരിന്റെ ബഹുവചനം ഷവാരി. സ്ട്രീറ്റ്സ്. അൻവാറു ഷവാരി എന്ന് പറഞ്ഞാൽ അൻവാറിന്റെ ഏകവചനം എന്താണ്? നൂർ.
ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റുകൾ എന്താകും? അണയും. ഫിസ്സാഅത്തിൽ ഖാമിസത്തി 5 മണിക്ക് സബാഹൻ രാവിലെ. കാരണം അവിടെ നേരത്തെ സൂര്യൻ ഉദിക്കും. 3:30 4 മണിക്കൊക്കെ സുബഹി വരുമ്പോഴത്തേക്ക് അപ്പൊ പിന്നെ സുബഹി വരുമ്പോ എന്താവും? നേരത്തെ 5 മണിക്ക് മുമ്പ് സൂര്യൻ ഉദിക്കും. അപ്പോഴെന്താവും? 5 മണിക്ക് ഫിസ്സാഅത്തിൽ ഖാമിസത്തി സബാഹൻ, രാവിലെ 5 മണിക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ആകും, അണയും. അറാബിയ സബബ് ഇൻഖിലാബി. അപ്പോ തൻതഫിഉ എന്ന് പറഞ്ഞ എന്ത് ഫിഅലാണ്? فعل مضارع ഫിഅൽ മുളാരി. സബബ് ഇൻഖിലാബി സയ്യാറത്തി. ഇൻഖിലാബ് എന്ത് വസനാണ്? مصدر മസ്ദർ. ഇൻഫിജാറു ഇഹ്ദാ അജലാത്തിഹ. انفجار المصدر ഇൻഫിജാർ എന്ത് മസ്ദർ. ഇൻഫിജാർ എന്താണ് മീനിങ്? വെളിവായി. ഇൻഫിജാർ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? സൂറത്തുൽ ബഖറയിൽ ഇൻഫജർ പഠിച്ചില്ലേ? وَإِسْتَسْقَى مُوسَى لِقَوْمِهِ فانفجرت فانفجرت. അപ്പൊ എന്തായി? പൊട്ടി ഒഴുകി. സബബ് ഇൻഖിലാബി സയ്യാറത്തി, കാറ് മറിയാനുള്ള കാരണം ഇൻഫിജാർ ഇഹ്ദാ അജലാത്തിഹ, അത് പൊട്ടിയതായിരുന്നു. ഇൻഫിജാർ ഇഹ്ദാ അജലാത്തിഹ, അതിന്റെ ടയറുകളിൽ ഒന്ന് പൊട്ടിയതായിരുന്നു. അപ്പൊ ഇൻഫിജാർ എന്ന് പറയുമ്പോ സ്വയം പൊട്ടൽ. പിന്നെ നമ്മൾ അതുപോലെ സംഭവം പിന്നെ സമുദ്രത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കാണ് ഇൻഫിജാർ പൊട്ടി ഒഴുകിയെന്ന് പറഞ്ഞത്, ഒഴുകിയെന്ന് പറയുന്നത്. ഇവിടെ എന്തായി? അജലാത്ത്. അജലത്തിന് എന്താ? അജലത്തിന് غيره അജലാത്ത് ഇഹ്ദാ അജലാത്തി, അതിലെ ടയറുകളിൽ ഒന്ന് പൊട്ടിയതാണ് കാറ് മറിയാൻ കാരണം. പൊട്ടലാണ് കാറിന്റെ മറിയലിന് കാരണം. അൽ ഖാമിസ് ഇൻഹസമൽ മുശ്രികൂന ഫീ ഗസ്വതി ബദരിൻ. ഇൻഹസമ ഫിഅൽ ഗസ്വത്ത് ബദർ, ബദർ യുദ്ധത്തിൽ മുശ്രിക്കുകൾ പരാജിതരായി. അസാദിസ് تخرج في المعهد العام المنصرم 87 طالبا. فاعل تخرج اسم منصرفة الماضي فعل الماضي منسجم തഖറജ. ഖറജ എന്താണ്? പുറത്തുപോയി. ഖറജ പുറത്തുപോയി. ഖറജ എന്തായി? പുറത്താക്കി. തഖറജ ഖറജയുടെ എന്താണ്? എന്ത് വസൻ എന്നാ പറഞ്ഞത്? മുതാവഅത്ത് വസൻ ആണെന്ത്? തഖറജ പുറത്തുപോയി, അല്ലെങ്കിൽ പുറത്തു വന്നു. ഫിൽ മഅഹദി, മഅഹദ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അൽ ആമൽ മുൻസരിം, ഇൻസറമ കഴിഞ്ഞുപോയി. ഇൻസറമ. ബിദ്അത്തുൻ വസലാസൂന ത്വാലിബൻ. ബിദ്അത്തുൻ, ബിദ്അത്ത് ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ? എവിടെയാ? غلبت الروم في أدنى الأرض
ഫി ബിദ്ഇ സിനീൻ. ബിദ്ഇ. നമ്മളിത് ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയില്ലെങ്കിൽ ഖുർആൻ വായിക്കാൻ ഉപയോഗം ഉണ്ടാകും. ബിദ്ഇ എന്ന് പറഞ്ഞാൽ എന്താ? എ ഫ്യൂ. കുറച്ച്. ആ ലെസ് ദാൻ എന്താ പറയാ, വിരലിൽ എണ്ണുന്നതിന് ഇതിന്റെ താഴെയുള്ളതിനാണ് ബിദ്ഇ എന്ന് പറയുന്നത്. വിരൽ എന്ന് പറഞ്ഞാൽ 2 കൈയുണ്ട്, 2 കൈയുടെയും വിരലിൽ എണ്ണുന്നതിന്റെ താഴെയുള്ള എണ്ണത്തിനാണ് ബിദ്ഇ എന്ന് പറയുന്നത്. ബിദ്ഉൻ വസലാസൂന ത്വാലിബൻ. 30-ൽ മലയാളത്തിൽ എന്ത് പറയും? 30-ൽ കുറവ്. വേറെ വാക്കുണ്ട്. ചില്ലറ. എൽഡേഴ്സ് പറയും ചില്ലറ. ചില്ലുവാന. ചെല്ലുവാനോ, അത് തന്നെ. ചില്ലാൻ. ഇത് പുതിയ യൂസേജിലൊന്നും ഇല്ല. പുതിയ യൂസേജിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട്, ആർക്കും അറിയില്ല മലയാളം. 30-ൽ ചില്ലുവാനും താലിബൻ സ്റ്റുഡൻസ് പുറത്തു വന്നു. ഓക്കെ. അപ്പൊ തഹറജ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻഫാല വസന ബാബാണ് നോക്കാൻ പറഞ്ഞത്. അപ്പൊ മുൻസരിം എന്താണ്? മുൻസരിം ഇസ്മുൽ ഫാഇൽ. ഇസ്മുൽ ഫാഇൽ. السابع سافر الفريق المنهزم. سافر الفريق المنهزم. ഫരീഖിന്റെ മീനിങ് എന്താ? ഫരീഖ് ടീം. സാഫർ അൽ ഫരീഖ് അൽ മുൻഹസിം. ഫരീഖ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം എന്നാണ് കേട്ടോ. അപ്പം നമ്മൾ കളിയിൽ മാച്ചിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു വിഭാഗത്തിന് എന്ത് പറയും ഇംഗ്ലീഷിൽ? ടീം. അതാണ് ടീം. അപ്പൊ ആർദ്ദ ഫരീഖ് എന്നാണ് അറബിയിൽ ഉപയോഗിക്കുന്നത്. ഇത് മനസ്സിലായാലേ മുൻഹസിമിന്റെ അർത്ഥം മനസ്സിലാവും. സാഫർ അൽ ഫരീഖ് അൽ മുൻഹസിം. ഫെയിലായ ടീം പോയി. മുൻഹസിം പരാജിതർ. ഇസ്മുൽ ഫാഇൽ. انكسف الشمس يوم مات إبراهيم. هنا الجملة مات إبراهيم مضاف إليها. هنا الجملة انكسفت الشمس. സൂര്യൻ യോമ മാത്ത ഇബ്രാഹിം. ഇബ്രാഹിം മരിച്ച മരിച്ച അന്ന് സൂര്യന് ഗ്രഹണം ബാധിച്ചു. ഹുന ഇവിടെ അൽ ജുംലത്തു മാത്ത ഇബ്രാഹിമു. മാത്ത ഇബ്രാഹിമു എന്നത് എന്താണ്? അതൊരു ജുംലയാണ് അല്ലെ? മാത്ത ഇബ്രാഹിം എന്ന് പറയുന്നത് ഒരു ജുംലയാണ്. എങ്ങനെ ജുംലയാവും? സെന്റൻസ് ആവുന്നത് മാത്ത ഫേല് മാവ്, അതിന്റെ താഴെ ഇബ്രാഹിം. അതോടുകൂടി സെന്റൻസ് പൂർത്തിയായി. 2 വാക്ക് മതി. ചിലപ്പോൾ ഒരു വാക്കും കൊണ്ടും പൂർത്തിയാക്കാൻ പറ്റും, ഒരക്ഷരം കൊണ്ടും പൂർത്തിയാക്കാൻ പറ്റും അല്ലേ? കൂ ഫേലും ഫായിലും ഉണ്ടാവും. ഒരക്ഷരം ആകുമ്പോഴത്തേക്ക് അതിന്റെ കൂ എന്നാൽ ബഹുവചനമാണ്. അതിന്റെ ഒരക്ഷരം ആകുമ്പോൾ എന്ത് പറയും? ടി. വക്കായുടെ കൽപ്പന ടി. അപ്പൊ എന്തായി? നീ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞതോടുകൂടി എന്തായി? അത് സെന്റൻസ് ആയി. അറബി ഭാഷയുടെ പ്രത്യേകത. ചിലപ്പോൾ ഒരു വാക്കായിട്ട് ഒരു അക്ഷരമായിട്ട് ഉപയോഗിക്കാം, ഒരു അക്ഷരം ഒരു സെന്റൻസ് ആയിട്ട് വരും, ചിലപ്പോൾ ഒരു വാക്കൊരു സെന്റൻസ് ആയിട്ട് വരും. അത്രയും വലിയ വളരെ ലളിതമായ ഭാഷയാണ്. എന്നാൽ ജുംലത്തു അൽ ജുംല മാത്ത ഇബ്രാഹിമു എന്ന സെന്റൻസ് മുദാഫുൻ ഇലൈഹ. അതെന്താണ്? മുദാഫുൻ ഇലൈഹിയാണ്. ജുംലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ സ്ത്രീലിംഗം ആക്കിയത് മുദാഫുൻ ഇലൈഹ എന്ന്. വഹിയ ഫീ മഹല്ലി ജർറിൻ. വയൗമ മുദാഫുൻ. അംസലത്തിന് ഉഖ്റ. അറിയാമല്ലോ ഹായുടെ അർത്ഥം എന്താ? ഹായുടെ ബഹുവചനം ഖുർആനിലുണ്ട്. അല്ല, കിതാബിയ. നമ്മളിങ്ങനെ ദിനേന വായിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം വർഷങ്ങളോളം
വായിച്ചൊരു സംഭവം ഇതെന്താണെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടാണ് പിന്നീട് ആ പ്രയോഗം ഇവിടെ എന്തെങ്കിലും ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. നീ കണ്ടോ, നീ എടുത്തോ, കണ്ടോ. മുഖറഉ ഇതാ എന്ന് പറയുന്നതാണ്. ഇതാ. അപ്പം എന്ന് പറഞ്ഞത് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് കൂടുതൽ ആളായതുകൊണ്ടാണ്, ആൾക്കാരായതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. അതിന്റെ ഏകവചനം ആകുമ്പോൾ ഇതാ നീ പിടിച്ചോ, ഇതാ നീ നോക്കൂ എന്നാണ്. അംശരത്തിന് ഉഖ്റ. അപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? യൗമ മാത, യൗമ മാത, മരിച്ച ദിവസം. അപ്പോ വഹിയ ഫി മഹല്ലി ജർറിൻ, അത് ജറിന്റെ സ്ഥാനത്താണ്. അപ്പോ ഇതുകൂടി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കുന്നത് ഇതാണ്. ഏത്? ജുംല ഒരു ഇഅ്റാബിന്റെ സ്ഥാനത്ത് വരിക. ജുംല ഒരു ഇഅ്റാബിന്റെ സ്ഥാനത്ത് വരിക. അപ്പൊ അത് നമ്മൾ ജുംലയിൽ അടയാളം ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ അത് അവിടെ മുതൽ നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. ഈ വായിക്കാൻ നമ്മൾ 8ാമത്തെ ഹെഡിങ് മുതലാണ് വായിക്കുന്നത്. കശഫത്തി ശംസ് മുതലാണ് വായിക്കേണ്ടത്. ശ്രദ്ധിച്ചോളൂ. അടുത്ത പ്രാവശ്യം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പറയണം. 8 മുതലാണ്, എക്സസൈസ് 8 മുതലാണ് വായിക്കുന്നത്. ഓക്കെ. എങ്ങനെയുണ്ട് അറബി പഠനം? ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ വായിക്കുന്ന ഓരോന്ന് നമ്മൾ ഖുർആനായിട്ട് കണക്ട് ചെയ്യണം. അതിൽ ഖുർആനിലെ വാക്കുകൾ പറയുന്ന എല്ലാം ഈ വസിനിൽ പഠിച്ചു. അപ്പൊ ഈ വസിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ അതേപോലുള്ള വസിന് ഖുർആനിൽ വരുമ്പോൾ എന്താണ്? അതിനാണ് ഞാൻ ഖുർആനിലെ ആയത്തുകളൊക്കെ എടുത്തത്. അതുപോലെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയില്ല, കണക്ടിവിറ്റി മനസ്സിലാക്കണം. അപ്പൊ മുക്രവിന്റെ മുക്രവിന്റെ അർത്ഥത്തിൽ നമുക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പറയും നമ്മൾ 80% പഠിച്ചു, ബാക്കി 80%, ബാക്കി 20% എവിടെയെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. ചെറിയ വസ്തുക്കളൊക്കെ കുറെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ഗ്രഹിക്കാൻ വേണ്ടി, ആ കലാമിന്റെ ഭാഷ വളരെ നന്നായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നുള്ള വീഴ്ചകളുള്ള പരിഹരിച്ചു തരട്ടെ. നമുക്ക് ഉൾക്കാഴ്ചയും അവബോധവും നൽകട്ടെ. ആനുകാലികമായ വിഷയങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അതിന് ഇസ്ലാമിക മാനത്തോടുകൂടി അതിന്റെ മുൻപിൻ വശങ്ങൾ ഗ്രഹിക്കാനുള്ള നമുക്ക് തൗഫീഖ് നൽകട്ടെ. എങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാ സാന്ദർഭികമായി ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതോ ഒരു കാലത്തായിരിക്കും ജീവിക്കുക. നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളിൽ എന്താണ് കോൺസിക്വൻസ് എന്ന് നമുക്കറിയില്ല. ഈ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ പറ്റും. അവരെല്ലാം എന്തായിരുന്നു? കോൺസിക്വൻസിനെ കുറിച്ച് ചിന്തിച്ച്, അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച്, വരായികളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അടുക്കൽ ചെന്ന് സഹാബികൾ പരാതി പറഞ്ഞപ്പോ ഞങ്ങളെ പുറമടിച്ച് പൊള്ളിച്ചതിന്റെ, അടിച്ച് മുറിഞ്ഞതിന്റെ അടയാളങ്ങൾ കാണുന്നില്ലേ? തീ കൊണ്ട് കരിച്ചതിന്റെ അടയാളങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ടി സഹായം ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ്. സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം വരാൻ പോകുന്നു എന്നാണ് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ വധിക്കാൻ വന്ന ഘാതകനോട്, വധിക്കാൻ വന്നു നിൽക്കുന്ന ആളോട്, തലയെടുക്കാൻ വന്നു നിൽക്കുന്ന ആളോട് പറഞ്ഞത്, എന്റെ കയ്യിൽ സുറാഖയുടെ വളകൾ അണിയിക്കുന്നത് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ആ വധിക്കാൻ വന്നു നിൽക്കുന്ന ആൾ പോലും എന്റെ അനുയായിമായി മാറുന്ന ഒരു സന്ദർഭം വരാൻ പോകും. അതേപോലെ തന്നെ ഇവിടെ ജനങ്ങളെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾ പരാജയപ്പെടാൻ പോകുന്നു എന്ന ഭാവിയാണ്. നമ്മൾ ഈ ഓരോ സംഭവ വികാസങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിന്റെ ഭാവിയെ കുറിച്ച് നമ്മളൊരു വിശകലനം നടത്തണം. അത് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഭാവിയിൽ കുറെ സംഗതികൾ നമുക്ക് സംഭവിക്കുമ്പോൾ എന്റെ വിശകലനം ശരിയായിരുന്നു നോക്കണം. അതേപോലെ വിശകലനങ്ങൾ ജനങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകാർ എഴുതും. ആ വിശകലനം നമ്മൾ ഗ്രഹിക്കണം, മനസ്സിലാക്കണം, പഠിക്കണം. അങ്ങനെ ആ എൽമ വാക്യ എന്ന് പറയും, ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയില്ല. അല്ലാത്തവർക്ക് ജീവിക്കാം. അല്ലാത്തവർ ജീവിക്കുന്ന എല്ലാം എന്താണ്? والذين كفروا يتمتعون يأكلون كما تأكل الأنعام. അവര് എന്ത് ചെയ്യുന്നു? الذين كفروا സത്യം ശരിയുള്ള അവസ്ഥ എന്ന് പറയുന്നത് കന്നുകാലികളെ പോലെയാണ്. ലാ മൗലാ ലഹു എന്നൊക്കെ പറഞ്ഞ സൂറത്ത് മുഹമ്മദ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം.
അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചോളം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, രാഷ്ട്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അന്തർദേശീയമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കുക. ഉൾക്കാഴ്ചയ്ക്കും അവബോധത്തിനും ഹിക്മത്തിനും വേണ്ടി അല്ലാതെ പ്രാർത്ഥിക്കുക. ഈ പഠിച്ച നാം അറിവ് വെച്ചുകൊണ്ട് പരന്ന വായനയിലേക്ക് പോവുക. അറബി ഭാഷയിലെ വായനയിലേക്ക്, അല്ലെങ്കിൽ അറബി വീഡിയോകൾ കേൾക്കുക, മനസ്സിലാക്കുക. തഫ്സീറുകൾ, ഖുർആൻ ക്ലാസ്സുകളൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ അതിലേക്ക് ശ്രദ്ധ പോയെങ്കിൽ മാത്രമേ നമ്മളെ വിജ്ഞാനം പരന്നൊഴുകി നമുക്ക് അറിവിന്റെ വിശാലതയിലേക്ക് പോകാൻ പറ്റും. അല്ലാതെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും പ്രശ്നങ്ങളുടെ പരിഹാരമുള്ള ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം അള്ളാഹ് നമുക്ക് പരിഹരിച്ചു തരട്ടെ. അതിന് അള്ളാഹ് നമുക്ക് തോന്നിപ്പിച്ചു തരട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. والسلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله.